ശ്രീനഗറിൽ നിന്ന് ആദിൽ പാലോടും തത്സമയം ചേരുന്നുണ്ട്. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. ഇന്ന് ശ്രീനഗറിൽ എന്താ വിശേഷം? പതിവ് പോലെ ഒഴിഞ്ഞു കിടക്കുകയാണോ? സജീവമായി തുടങ്ങിയോ ശ്രീനഗറിന്റെ മാർക്കറ്റ്? ലാൽ ചൗക്കിലെ മാർക്കറ്റ് ഇന്ന് ഞായറാഴ്ചയാണ്. സൺഡേ മാർക്കറ്റ് വളരെ പ്രസിദ്ധമാണ്. നമ്മളിപ്പോൾ വശത്തേക്ക് കാണാം, സൺഡേ മാർക്കറ്റിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാരോടൊക്കെ സംസാരിച്ചു. അവർക്ക് സാധാരണഗതിയിൽ സഞ്ചാരികളൊക്കെ എത്തുമെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഒരു തട്ടിന് 1 ലക്ഷം രൂപ വരെ കച്ചവടം നടക്കേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച നടന്നത് 10,000, 15,000 രൂപയും കച്ചവടം മാത്രമാണ്. അങ്ങനെ ജീവിതം വഴിമുട്ടി അവസ്ഥയിലാണ്. ഈ ഭീകരവാദികളെ കൊണ്ട് തോറ്റു, അവരെ എങ്ങനെയെങ്കിലും അവർ നശിച്ചു പോട്ടെ എന്ന ശാപവാക്കോടുകൂടിയാണ് അവർ നമ്മളെ സമീപിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നേരിട്ട് ഇവിടുന്ന് കാണുന്ന കാഴ്ച. ആരും ഓക്കെ, അതിൽ നമുക്കിനി വാർത്തയിലേക്ക് എത്തിയാൽ ഭീകരവാദികൾ എവിടെ എത്തി എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഭീകരർ എവിടെ എത്തി എന്നുള്ളതിനെക്കുറിച്ച് ഒരു സൂചനയും നിലവിൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നിരിക്കുന്ന വാർത്ത, ഈ ഭീകരർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടാകാം എന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനം ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഈ ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ജമ്മുകശ്മീർ പോലീസിനും സേനയ്ക്കും ലഭിച്ചു എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളിലേക്ക് പോകാം. സേനയ്ക്കും ലഭിച്ചു എന്നുള്ളതാണ്. ഇനി ഒരു ഭീകരാക്രമണം ഈ കശ്മീരിൻ്റെ വിവിധ മേഖലകളിൽ സഞ്ചാരികളെ ലക്ഷ്യമിട്ട ഒരു ഭീകരാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് ജമ്മുകശ്മീർ പോലീസിനും സൈന്യത്തിനും ലഭിച്ചിരുന്നു. അതിനെ തുടർന്ന് പല വിധത്തിലുള്ള പരിശോധനകൾ നടത്തി. കശ്മീരിലെ തന്നെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുകയും പരിശോധനയിൽ സംശയാസ്പദമായി യാതൊന്നും കണ്ടെത്തതിനെ തുടർന്ന് ഈ പരിശോധനകൾ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പരിശോധനകൾ അവസാനിപ്പിച്ച ദിവസമാണ് ബൈസരൺ വാലിയിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. 26 പേരുടെ കൂട്ടക്കുരുതിക്ക് ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നതാണ് നിലവിൽ അങ്ങനെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ബൈസരൺ വാലിയിൽ സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ പ്രധാനമന്ത്രി കശ്മീരിൽ ഏപ്രിൽ 19 ഒരു പരിപാടിക്ക് വരാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതാണ്, ആസൂത്രണം ചെയ്തിരുന്നതാണ്. അവിടെ കത്ര ശ്രീനഗർ ഒരു ട്രെയിൻ സർവീസ് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിരുന്നു എത്താൻ തീരുമാനിച്ചിരുന്നത്. 19 പ്രധാനമന്ത്രി എത്തുമ്പോൾ പ്രധാനമന്ത്രിയുടെ പരിപാടി മുടക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ഭീകരാക്രമണം ഇവർ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് പ്രധാനമന്ത്രിക്ക് എത്താൻ സാധിച്ചില്ല. അതിനു പിന്നാലെയാണ് ബൈസരൺ വാലിയിൽ ഭീകരാക്രമണം നടത്തിയത് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഒരു പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ നമ്മൾ ആ ഒരു വിലയിരുത്തലിലേക്ക് പോകുന്നു. NIAയുടെ അന്വേഷണ സംഘവും ആ ഒരു വിലയിരുത്തലിലാണുള്ളത്. അരുൺകുമാർ, പലതരം ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും എന്തുകൊണ്ട് നമുക്ക് ഒരു ജാഗ്രത എടുക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യവും ഈ ഘട്ടത്തിലുണ്ട്. അരുൺ, ഈ സൺഡേ മാർക്കറ്റിൽ CRPFൻ്റെ വണ്ടിയൊക്കെ കണ്ടു. മിലിറ്ററി വളരെ ശക്തമായി തന്നെയുണ്ട്. നമുക്കറിയാം, ആ കെട്ടിടങ്ങളിൽ പല നിലകളിലുമൊക്കെ സുരക്ഷാ ജീവനക്കാർ ഇപ്പോഴും അവിടെയുണ്ട്. പല രീതിയിൽ അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആളുകൾ പക്ഷേ വളരെ കുറവാണ് ഇപ്പോഴും വരുന്നത്. ടൂറിസ്റ്റുകളും ബുക്കിങ്ങും ഒന്നും പഴയ രീതിയിൽ തുടങ്ങിയിട്ടില്ല അല്ലേ? അതിൽ ഉറപ്പായും തുടങ്ങിയിട്ടില്ല. ഈ 95% സഞ്ചാരികളും അവരുടെ യാത്ര റദ്ദു ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്ന കാഴ്ച. ആളുകളോടും ട്രാവൽ ഏജൻസികളോടും ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം ആ വിധത്തിൽ ബുദ്ധിമുട്ടാണ്. ഈ യുദ്ധ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അരുൺ. കഴിഞ്ഞ ദിവസം നമ്മൾ പൂഞ്ചിലെ ഒരു ആളെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അദ്ദേഹം പ്രതികരിക്കാനൊന്നും തയ്യാറല്ല. പക്ഷേ അവിടുത്തെ സാഹചര്യം പറയുന്നത് അവിടെ മിസൈലുകൾ സ്ഥാപിക്കുന്നുണ്ട്, അവിടുത്തെ ആളുകളെ അടുത്തുള്ള ബങ്കറുകളിലേക്ക് മാറ്റുന്നുണ്ട്, അവരുടെ വീടും അനുബന്ധ സംവിധാനങ്ങളും അവരുടെ ഉപജീവനവും ആകെ നഷ്ടപ്പെടുമെന്ന സ്ഥിതിയാണ്. ഇങ്ങനെ അതിർത്തി മേഖലയിലെ ആളുകളുടെ ജീവിതം ആകെ നിശ്ചലമാകും എന്നുള്ളതാണ് യുദ്ധത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് യുദ്ധം എന്ന് നമ്മൾ പറയുമ്പോഴും ഇങ്ങനെ കുറേ ജീവിതങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് എന്നതും വളരെ പ്രധാനമാണ്.